ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ആൻറ്റിക് ജ്വല്ലറീസ് പരിചയപ്പെട്ടാലോ. ടെമ്പിൾ ജ്വല്ലറീസിൽ നിന്നും കുറച്ചുകൂടി മാറി നിന്നിട്ട് കുറച്ച് എന്താ പറയുക മോഡേൺ ആയിട്ടുള്ള കുറച്ച് ആൻറ്റിക് ജ്വല്ലറി റെഡി അല്ലേ? അപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ആലുവയിലുള്ള കല്ലൻസ് ജ്വല്ലറിയുടെ ബ്രാഞ്ചിലാണ്. അപ്പോൾ കല്ലൻസിന് സ്വന്തമായിട്ട് ബ്രാഞ്ചസ് ഉള്ളത് പെരുമ്പാവൂരും അതുപോലെ പുക്കാട്ടുപടിയിലും ആലുവയിലുമാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഈ നെക്ക് വെയർ ആണ്. ഇതിനകത്ത് കാണാൻ പറ്റും ഒരു ചെറിയ പതക്കം റൗണ്ട്, നമ്മുടെ ഈ എന്താ പറയുക വാളും പരിചയം എന്നൊക്കെ പറയുന്നില്ല, അതുപോലത്തെ സെറ്റപ്പിലുള്ള പെൻഡൻ്റൊക്കെയാണ് ഇതിൻ്റെ നടുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ചെറുതായിട്ടൊരു എന്താ പറയുക മാറ്റ് ഫിനിഷിൽ അതിനകത്ത് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറൽ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഉള്ള ബീഡ്സും കൊടുത്തിട്ടുണ്ട്. ഓരോ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോൺസ് റൂബിയും അതുപോലെ എമറാൾഡും ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ ഒരു വലിയ പെൻഡൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചെറിയ ലീഫ്, ഒരു ഹാഫ് സർക്കിൾ അല്ലെങ്കിൽ മൂൺ ഷേപ്പിലുള്ള ലീവ്സ് ആണ് ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. ചെറിയ കമ്പി വർക്കും വളച്ചു വെച്ചിട്ടുള്ള കമ്പിയുടെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു റൂബി സ്റ്റോൺ, ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിലുള്ള റൂബി സ്റ്റോൺ ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 4.25 പവനാണ്. ഹോളോ ഡിസൈൻസ് ഒരുമാതിരി എന്താ പറയുക ചെറിയ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഹോളോ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്, ഹോളോ ആയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്രയും വെയിറ്റ് കുറവായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നെക്ക് വെയറിലേക്ക് പോകാം. നേരത്തെ കണ്ടതുപോലെ തന്നെ ആൻറ്റിക് ഷെയ്ഡ്, ആ ഒരു ചെറിയ ബ്ലാക്ക് ഷെയ്ഡിലുള്ള നെക്ക് വെയർ ആണ്. സെക്കൻഡ് ലെയർ ആയിട്ട് ഇത് വേണമെങ്കിൽ ഇപ്പം സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ടോ സിംഗിളായിട്ടോ അല്ലെങ്കിൽ സെക്കൻഡായിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റായിട്ടോ നമ്മുടെ ഇഷ്ടപ്രകാരം ഇടാം. നമുക്ക് ഡ്രസ്സിനെ എങ്ങനെ കമ്പൈൻ ചെയ്ത് നമുക്ക് കോൺഫിഡൻസോടുകൂടി എങ്ങനെ ഇത് ക്യാരി ഔട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഇത് സെക്കൻഡ് ലെയർ മാല വരുമ്പം ഇതൊരു ലെയർ മാലേനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതുണ്ടോ, ഒരു മുകളിൽ വന്നിട്ട് 2 ലെയറാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നിട്ട് 3 ലെയർ കൊടുത്തിട്ടുണ്ട്. ഈ ലെയറിൽ 2 തരം ബീഡ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഫുള്ളി പ്ലെയിൻ ആയിട്ട് നന്നായിട്ട് പോളിഷ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ഫ്ലോറൽ പാറ്റേൺ ഉള്ള ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തും വന്നിട്ട് സ്റ്റോൺസ് 2 കളറിൽ, റൂബിയുടെ എമറാൾഡിൻ്റെയും കളറിലുള്ള റൂബി എമറാൾഡ് സ്റ്റോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് റൂബി എമറാൾഡ് അല്ല കെം സ്റ്റോൺ വേണം, അല്ലെങ്കിൽ പോട്ട ഡിസൈനിൽ വേണം, എങ്ങനെ വേണമെങ്കിലും നമുക്കത് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് താഴെ വന്നിട്ട് നേരത്തെ കണ്ട പെൻഡൻറ്റുമായിട്ട് ചെറിയ സിമിലാരിറ്റി തോന്നുന്ന രീതിയിൽ ഒരു ഹാഫ് സർക്കിൾ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ സിഗ്സാക്ക് ആയിട്ടുള്ള ഷേപ്പിൽ ചെറിയ ലീവ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നടുക്കൊരു ഫ്ലോറൽ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ബീഡ് ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 5.25 പവനാണ്. പർച്ചേസിങ് പ്ലാൻസ് ഉള്ളവരൊക്കെ പർച്ചേസ് ചെയ്യാൻ റെഡി ആയിക്കോ. മറക്കണ്ട, കല്ലൻസ് ജ്വല്ലറിക്ക് എവിടെയൊക്കെ ഷോറൂം ഉണ്ട് എന്ന് ഞാനിത് പറയുന്നതിന് മുമ്പ് ഓർമ്മയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നമ്മുടെ കല്ലൻസ് ജ്വല്ലറിക്ക് ആലുവയിലും പൂക്കാട്ടുപടിയിലും അതുപോലെ പെരുമ്പാവൂരും ഷോറൂം ഉണ്ട്. കമൻറ്റ് ചെയ്യരുത്, കള്ളത്തരം കാണിക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടന്റ് ഇഷ്ടപ്പെട്ട മാല ഇഷ്ടപ്പെട്ടവരൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അതുപോലെ ഈ കണ്ടന്റ് ഒക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ പർച്ചേസിങ് പ്ലാനിൻ്റെ സമയത്ത് ഞാൻ ഇവിടേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.